ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചെമ്പനീർ പൂവിൻ്റെ ഇന്നലെ കഴിഞ്ഞതിൻ്റെ ബാക്കി ഭാഗമാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇന്നലെ കാണിച്ച ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളെ ചന്ദ്രയും ശ്രുതിയും ഒക്കെ ചേർന്നിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടാണുള്ളത്. അപ്പോൾ ഓരോരോ സാരി ശ്രുതിക്കെടുത്ത് വെച്ച് നോക്കുകയാണ് അതിൻ്റെ ഭംഗി. അപ്പോൾ അവൾ വീട്ടിൽ തന്നെയാണുള്ളത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഓരോരോ സാരി ഇങ്ങനെ നോക്കുകയാണ് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മളെ രേവതി. അപ്പോൾ ഇവരിങ്ങനെ ഓരോരോ സാരി വെച്ച് നോക്കുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് ഏതുടുത്താലും മോൾക്ക് ചേരും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് അവർ ഇന്നലെ കാണിച്ചിട്ടുള്ളത്. ചിലർക്ക് ഒന്നും ഉടുപ്പിച്ചാൽ ഒരു ചേർച്ചയുണ്ടാവില്ല. പട്ടുസാരി ഉടുപ്പിച്ചാൽ പോലും ഒരു രസവും ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. വയലിൽ കൊണ്ടുപോയി നിർത്തേണ്ട രൂപത്തിലാണ് ഉണ്ടാകാൻ. അതൊക്കെ നമ്മളെ രേവതിയെക്കുറിച്ച് പറയുന്നതാണ്. നോക്കുകുത്തിയായിട്ട് വയലിൽ കൊണ്ടുപോയി നിർത്താൻ വേണ്ടി പറ്റൂ എന്ന് പറയുമ്പോൾ തന്നെ രേവതിക്കത് വല്ലാതെ ഫീലിംഗ് ആയി. അവൾ നോക്കുവാണ് ഇത് പറയുന്നത് കേട്ടിട്ട്. മോള് നല്ല കുട്ടിയാണ്, മോൾക്ക് ഏതുടുത്താലും ചേരും, മോള് നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണ് എന്നൊക്കെ ശ്രുതിയെ പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. ചന്ദ്രേ, രേവതിയെ വിളിച്ച് ആ സാരി ഒന്ന് കാണിച്ചു കൊടുക്ക്. നീ ചുമ്മാതിരി. ചന്ദ്ര പിന്നെ വിളിക്കുകയാണ്, രേവതി നീ എന്തെടുക്കുക? അപ്പോൾ രേവതി, ഞാൻ എന്തെടുക്കുകയാണെന്ന് അമ്മ കാണുന്നില്ലേ? അതൊക്കെ പിന്നെ ചെയ്യാം, ഇവിടെ എല്ലാവർക്കും ചായ എടുത്തിട്ട് വാ പോ. എന്തടി പറഞ്ഞ കേട്ടില്ലേ, പോയി ചെന്ന് ചായ എടുത്തിട്ട് വാ. രേവതിക്കും കല്യാണ സാരിയൊക്കെ കാണാൻ വലിയ ആഗ്രഹം ഉണ്ടാവില്ലേ? അവരുടെ ഫ്രണ്ട് പറയാണ്. അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, അതെ ആൻറ്റി, ഒന്ന് രേവതിക്ക് കൂടി കാണിച്ചു കൊടുത്തേ. അതൊന്നും വേണ്ട മോളെ, എല്ലാവരുടെയും കണ്ണ് ഒരുപോലെയല്ല. ഇവളെ കല്യാണം കഴിച്ചതിന് ശേഷമേ ഇവളെ കെട്ടിയവന് കഷ്ടകാല. പോലീസ് കേസ്, കയ്യിലുള്ള കാശാണെങ്കിലോ അതും പല വഴിക്കും പോയി. എങ്ങനെ നോക്കിയാലും പ്രശ്നമാണ്. പിന്നെ ചന്ദ്രാപ്രേപ്രം ഒന്ന് നോക്കിയിട്ട് പറയാണ്, അവൾ ഈ വീട്ടിൽ കായൽ കുത്തിയപ്പോഴേ പ്രശ്നങ്ങളാ. ഈ കല്യാണ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ അവളെ കാണിച്ചാൽ അവളുടെ കണ്ണുകൊള്ളും. പിന്നെ അമ്മ ഒരു സ്വർണത്തിൻ്റെ കഴുത്തിലെടുത്തിട്ട് അവളുടെ അടുത്ത് കൊടുത്തിട്ട് പറയാണ്, ഇതൊന്ന് ഇട്ട് നോക്ക് മോള് എന്ന് പറഞ്ഞിട്ട് അത് അവളുടെ കഴുത്തിൽ ഇടാൻ വേണ്ടി കൊടുത്തിട്ടാണുള്ളത്. രേവതി എല്ലാം കേട്ട് ഒരു വിഷമത്തോടെയാണ് ചായ കാച്ചാൻ വേണ്ടി പോയിട്ടുള്ളത്. കഴുത്തിൽ അണിഞ്ഞിട്ട് അവൾ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട്. അപ്പോൾ നമ്മളെ ചന്ദ്ര പറയാണ്, എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനുണ്ടോ? അപ്പോൾ ശ്രുതിയും പറഞ്ഞു, നല്ലുണ്ട്. കല്യാണ ദിവസേ എല്ലാവരുടെ കണ്ണിലും മോളെ മാത്രമേ കാണൂ. രേവതി ചായയൊക്കെ ഉണ്ടാക്കി ട്രയലാക്കിയിട്ട് കൊണ്ടുപോകുന്നു. എന്നിട്ട് പറയാണ്, അമ്മേ ചായ. അവർ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ വീണ്ടും പറഞ്ഞു, അമ്മേ ചായ. അവിടെ എങ്ങാനും വെക്ക്. എവിടെ പോകുന്നു? ഇങ്ങ് വാ, ഈ സാരിയൊക്കെ പിടിച്ച് ഒന്ന് മടക്കി വെക്കാൻ വേണ്ടി സഹായിക്ക്. ശരിക്ക് പിടിക്കടി എന്ന് പറഞ്ഞ് അവർ സാരി എടുത്ത് കുടഞ്ഞി. എന്നിട്ട് പറയാണ്, ശരിക്ക് സാരി പിടിക്കാനുള്ള ശക്തി പോലും ഇല്ലേ നിൻ്റെ കൈക്ക്? അതല്ല, ഇനി കരുതിക്കൂട്ടി പിടിവിട്ടതാണോ ചായയുടെ കറ കൂടെ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട്? അതല്ല, പിടിവിട്ട് പോയതാ അമ്മേ. മര്യാദയ്ക്കൊരു ജോലി പോലും ചെയ്യാൻ അറിയത്തില്ല. സാരില്ല ആൻറ്റി, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ. ഇവളിങ്ങനെ തന്നെയാ മോളെ, എന്തെങ്കിലും പറഞ്ഞാൽ അവൾ ഇങ്ങനെ തന്നെയാ ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ രേവതി പറയാണ്, അമ്മ ഇങ്ങത്താ, ഞാൻ ചെയ്തോളാം. വേണ്ട, ഇനി നീ ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. നീ പോയി നിൻ്റെ പണി നോക്ക്. അപ്പോൾ ശ്രുതി പറയാണ്, അമ്മേ ഞാനെന്നാ ഇറങ്ങട്ടെ. അതെന്താ ശ്രുതി? പാർലറിൽ തിരക്കുണ്ട്. ആണോ? എങ്കിൽ ചെല്ല്. അപ്പോൾ ബാമ ചോദിക്കുകയാണ്. ശ്രുതിയും അപ്പോൾ തന്നെ എണീറ്റു. ശ്രുതി എവിടത്തേക്കാ? ഞാൻ ശ്രുതിയെ ഒന്ന് അപ്പുറത്തേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയാണ്. അത് അവൾക്കറിയാം, പുറകുവശത്തുള്ള വാതിലും മുൻവശത്തുള്ള വാതിലും ഒക്കെ അവൾക്കറിയാം, അവൾ പോയിക്കോളും. പിന്നെ ചന്ദ്ര പറയാണ്, അവർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കാണും, മക്കൾ ചെല്ല്. അപ്പോഴാണ് അച്ഛൻ കയറി വരുന്നത്. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, മോളിറങ്ങാ? അല്ല, ജോലി ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് വേഗം ഇറങ്ങിയത്. എന്നാൽ മോള് ചെല്ല്. അച്ഛനെ കണ്ടപ്പോൾ തന്നെ രേവതി വേഗം വന്ന് അച്ഛൻ്റെ കയ്യിലുള്ള സാധനക്കെട്ടുകളൊക്കെ വാങ്ങിച്ചു കൊണ്ട് പോവാണ്. അപ്പോൾ പറയാണ്, അച്ഛൻ ചായ കുടിക്കുന്നില്ലേ? ഇപ്പോൾ വേണ്ട മോളെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചോളാം. വിവാഹ വസ്ത്രങ്ങളൊക്കെ എല്ലാം മറന്നു പോകാതെ കറക്റ്റായിട്ട് എടുത്തല്ലോ? എല്ലാം എടുത്തു. ഇത് നോക്കിയിട്ട് പറ എങ്ങനെയുണ്ട്, കൊള്ളാമെന്ന്. അപ്പോൾ ഞാനെന്ത് പറയാനാണ്, നിങ്ങളൊക്കെ നോക്കിയിട്ട് എടുത്തതല്ലേ, എന്നാലും നോക്കെന്നേ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കൈ കൊടുക്കുകയാണ്. സ്വർണ്ണങ്ങളൊക്കെ കയ്യിൽ കണ്ടപ്പോൾ അച്ഛൻ സംശയിക്കുകയാണ്, ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇവൾക്ക് ഇടുന്ന കാശ് എന്ന്. അതീ നോക്കിയത്, ഇങ്ങ് തന്നേക്ക് എന്ന് പറഞ്ഞ് എല്ലാം ചന്ദ്ര വാങ്ങിച്ച് സുരക്ഷിതമായിട്ട് വെക്കുകയാണ്. അപ്പോൾ അവിടെ രേവതി വന്നിട്ട് പറയാണ്, അമ്മ ഇങ്ങത്താ, ഞാൻ എടുത്തു വെക്കാം. ഓക്കെ, വേണ്ട, നീ ഒന്നും എടുത്തു വെക്കണ്ട. അപ്പോഴേക്കും അവിടെ സച്ചി കയറി വന്നു. സച്ചി പറയാണ്, അച്ഛാ, അമ്മ ഒരുപാട് സാരികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അമ്മ ഫാഷൻ ഷോനൊക്കെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോവുകയാണോ? ഇത് ശ്രുതിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ സച്ചി പറയാണ്, കല്യാണത്തിന് അമ്മ സാരിയാണോ കൊടുക്കുന്നത്?
അല്ലടാ, ഇത് നിൻ്റെ ശ്രുതിക്ക് വേണ്ടിയിട്ട് അമ്മ ഇവിടുന്ന് വീട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടും മറ്റും വാങ്ങിച്ചതാണ്. ഓ, അത് ശരി, വരാൻ പോകുന്ന മരുമകൾക്കായിട്ട് വാങ്ങിച്ചതല്ലേ സച്ചി പറയാ. സച്ചി ചോദിച്ചു, ഇതിൽ രേവതിക്കെടുത്ത സാരി ഏതാ? അപ്പോൾ ചന്ദ്ര പറയാണ്, രേവതിക്കോ? രേവതിക്ക് എന്തിനാ സാരി? എടുക്കണമല്ലോ രേവതിക്കും. ഇതിനൊക്കെ എന്താണോ വില, അതേ വിലയുള്ള സാരി തന്നെ രേവതിക്കും എടുക്കണം, സ്വർണവും എടുക്കണം. ചിരിപ്പിക്കാതെടാ മോനെ, കേട്ടില്ലേ രവിയേട്ടാ? ഇതേ വിലയുള്ള സാരി വെൾക്കും വാങ്ങണ പോലും. പൂ കെട്ടുന്ന വെൾക്കും കോടീശ്വരായ ബ്യൂട്ടീഷ്യനും ഒരേ വിലയാ? എൻ്റെ മരുമകൾ ശ്രുതിയും ഇവളും ഒരേപോലെയാണോ? അവർ തമ്മിൽ രണ്ടും വ്യത്യാസമില്ലേ? ഇല്ല, വ്യത്യാസമില്ല. ഇവള് കെട്ടുന്ന പൂ രാത്രിയോടെ പാടിപ്പോകും. അവള് ഇടുന്ന മേക്കപ്പും രാത്രി വരെയേ കാണൂ. പിന്നീട് അതങ്ങ് കഴുകിക്കളയും ചെയ്യും. അവൾക്ക് കാശുണ്ടെന്ന് കരുതിയിട്ട് കൂടുതൽ ആളാവല്ലേ. അപ്പോൾ അച്ഛൻ പറയാണ്, എടാ സച്ചി വിട്. അച്ഛാ, അപ്പോൾ ഇവൾക്ക് സാരി സ്വർണ്ണമൊന്നും വാങ്ങിക്കുന്നില്ലേ? അപ്പോഴേക്കും അവിടെ സ്തുതി കയറി വന്ന്. അപ്പം അവൻ പറയാണ്, എന്തിനു വാങ്ങണം? കല്യാണ പെണ്ണിനല്ലേ വാങ്ങേണ്ടത്. നീ മിണ്ടാതിരിക്കേ. വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണ്ട. എടുത്തുകൊണ്ടുപോയ തുക തിരികെ വേണമെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് നീ ഒന്നും തന്നില്ലല്ലോ. എന്നിട്ട് കല്യാണത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുക, നാണം കെട്ടവൻ. തീരെ ഉളുപ്പില്ലല്ലോടാ നിനക്ക്. അപ്പോൾ അച്ഛൻ, ഏയ് സച്ചി, നീ അകത്തേക്ക് പോയേ. മോളെ രേവതി, നീ ഇവനെന്തെങ്കിലും കഴിക്കാൻ എടുത്ത് കൊടുത്ത് ഇവനെ ഇതാക്ക്. സച്ചി എണീറ്റ് പോകുന്നതിനിടയിൽ പറയാണ്, അവൻ്റെ ഒരു കല്യാണം. പോടാ. ചന്ദ്രേ, രവിയേട്ടാ, ഞാൻ ഇറങ്ങാം. ശരി, നാളെ കാണാം. ശരി. അപ്പോഴാണ് അച്ഛൻ്റെ ചോദ്യം, ചന്ദ്രേ, ഇതൊക്കെ വാങ്ങിക്കാൻ നിനക്ക് എവിടുന്ന കാശ്? കാശ് കടം വാങ്ങിയതാ, ഭാമയുടെ പരിചയത്തിലുള്ള ഒരാളോട്. ആ കട എങ്ങനെയാ വീട്ടുക? ആ കടം വീട്ടാനുള്ള കാശ് എവിടെ നിന്ന് കിട്ടും? അതിനുള്ള വരുമാനം നിനക്ക് എവിടുന്നാ? വരുമാനം ഉണ്ടല്ലോ, മരുമകൾക്ക് പാർലറിൽ നിന്ന് ഒരു നല്ല വരുമാനമുണ്ട്. ഇവൻ ജോലിക്കും പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് കടം വീട്ടും. എല്ലാം ഭക്ഷണം കഴിക്കുന്നവരിടയിൽ സച്ചി കേൾക്കുന്നുണ്ട്. അപ്പം അവന് ശമ്പളം കിട്ടുന്നുണ്ടല്ലേ? ശമ്പളം കിട്ടിയാൽ ക്യാഷ് എനിക്ക് തരണം. ആഹാ, മറന്നോ? അവന് ശ്രുതിയോട് ആക്ഷനായിട്ട് കാണിച്ചു കൊടുക്കുക ചെയ്യുന്നു. അതായത് പറഞ്ഞാൽ അവനോട് പറയാൻ വേണ്ടിയിട്ട്. നീയൊക്കെ മറന്നാ? നിനക്ക് എത്രയാടാ മാസം ശമ്പളം? അവൻ മനസ്സിൽ പറയാണ്, ശ്രുതി ജോലിയേ ഇല്ല, പിന്നെ എങ്ങനെ ശമ്പളം കിട്ടുന്നേ? അപ്പം സച്ചി, എടാ ചോദിച്ചത് കേട്ടില്ലേ, നിനക്കെന്താ പറയാൻ ഇത്ര മടി? അതെന്തിനാ നിന്നോട് പറയുന്നേ? അപ്പോൾ സച്ചി, അച്ഛാ അവൻ പറഞ്ഞത് കേട്ടില്ലേ? എടാ, നിന്റെ ശമ്പളം എത്രയായാലും ശരി, ആ ശമ്പളം മുഴുവൻ ഞങ്ങളെ ഏൽപ്പിക്കണം. അപ്പം അച്ഛൻ പറയാണ്, എടാ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അവൻ തരും. ഒന്നോക്കെയായി. ഇനി രേവതിയുടെ സാരിയുടെയും സ്വർണത്തിൻ്റെയും കാര്യം അവൾക്ക് വാങ്ങിക്കണ്ടേ? അപ്പം അച്ഛൻ, എടാ അത് വാങ്ങിക്കാം, നീ ഒന്ന് സമാധാനപ്പെട്. അച്ഛാ, ഇവരെ കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കണേ. വാങ്ങിപ്പിക്കാം. ചന്ദ്രേ, നീ അത് അങ്ങ് അകത്ത് കൊണ്ടുപോയി വെക്ക്. ശ്രുതി, നീയും അകത്ത് ചെല്ല്. അപ്പോൾ രേവതി അവന് കൊടുക്കാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരികയാണ് ഭക്ഷണത്തിന്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ് രേവതിയോട്, നീ ഇതൊക്കെ കേട്ട് കുന്തം വിഴുങ്ങിയതുപോലെ നോക്കി നിന്നു അല്ലേ? അവളൊന്നും മൈൻഡ് ചെയ്യാതെ അവളെ വീണ്ടും അടുക്കളയിലേക്ക് തന്നെ പോയി. സാരി വേണമെന്നൊക്കെ അവരുടെ അടുത്ത് പറയണ്ടേ? അപ്പോൾ രേവതി, എനിക്കങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. ആഗ്രഹങ്ങളൊക്കെ വേണം. അവർ നിനക്ക് അറിഞ്ഞു വാങ്ങിത്തരുമൊന്നും ചെയ്യില്ല, നീ എന്നെ ചോദിച്ചിട്ട് വാങ്ങിക്കണം. രേവതി പറയാണ്, താങ്ക്സ്. എന്തിനീ? അത് എനിക്ക് വേണ്ടി സംസാരിച്ചതിന്. എനിക്ക് കിട്ടാനുള്ള കാശ് കിട്ടണം, അതിനു വേണ്ടി ഞാൻ അമ്മയോടും ശ്രുതിയോടൊക്കെ സംസാരിച്ചത്. അതിന് വേണ്ടിയിട്ടായിരുന്നോ? വേറെന്തിനും വേണ്ടിയിട്ടല്ലേ? വേറെന്തിനു വേണ്ടിയിട്ട്? എനിക്ക് വേണ്ടിയിട്ട്. നിനക്ക് വേണ്ടിയിട്ടോ? നീ ഭക്ഷണം വിളമ്പിക്കേ. എനിക്ക് നല്ല വിശപ്പുണ്ട്. അത് കേട്ടപ്പോൾ അവൾ ഭക്ഷണമൊക്കെ അവന് വിളമ്പിക്കൊടുക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് റൂമിൽ പോയി സച്ചി ആരെയോ ഫോൺ ചെയ്യുകയാണ്. അപ്പോൾ ഫോൺ കിട്ടുന്നില്ല. അപ്പോൾ രേവതി പുറകിൽ രേവതിയുണ്ട്. അപ്പോൾ അവൻ പറയാണ്, ഇവനെന്താ ഫോൺ എടുക്കാത്തത്? അപ്പോൾ രേവതി ചോദിക്കുന്നു, ആരുടെ കാര്യമാണ് പറയുന്നത്? മഹേഷ്, അവൻ ഫോൺ എടുക്കുന്നില്ലല്ലോ. അന്ന് ട്രിപ്പ് വിളിച്ചവർ ആരാണെന്ന് അവനല്ലേ അറിയൂ, എനിക്കറിയില്ലല്ലോ. ട്രിപ്പ് വിളിച്ചവരോ? കാറിൽ കഞ്ചാവ് കടത്തിയ പാർട്ടി. ആ രണ്ടുപേരെയും അവരാരാണെന്ന് കണ്ടെത്തണം. എന്തിനെന്നോ? അവരെ ജീവനോടെ കുഴിച്ചു മൂടാൻ. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം തന്നെ അവരാ. ട്രിപ്പ് ബുക്ക് ചെയ്യാനായി അവരിലൊരുത്തൻ മഹേഷിനെ വിളിച്ചു. എൻ്റെ ഫോൺ നമ്പർ മഹേഷ് എനിക്ക് തന്നിരുന്നു. ഞാൻ ഒരുപാട് തവണ അവനെ വിളിച്ചു. അവരെടുക്കുന്നില്ല. പക്ഷെ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. എൻ്റെ ഫോൺ ഓണായാൽ അപ്പം ഞാൻ പൊക്കും. അവൻ എവിടെയാണ്, എങ്ങനെയാണ് എന്നൊക്കെ എനിക്കറിയാം. സഹായിക്കാൻ ആളും ഉണ്ട്. അപ്പോൾ രേവതിക്ക് പേടിയാകാണ്. അപ്പോൾ രേവതി പറയാണ്, എന്തിനാ വെറുതെ? അത് വിട്. ഇനി അതിൻ്റെ പുറകെ പോകണ്ട. ഞാൻ അവനെ വിടില്ല. ഈ കാര്യത്തിൽ എനിക്ക് ആരും എന്നെ പിടിച്ചു നിർത്താൻ പറ്റില്ല. പോലീസിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവരത് കീറി എറിയും. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ തല്ലിയവനും അവിടെ ഉണ്ടല്ലോ.
എൻ്റെ കാറ് തകരാറിലാക്കിയതും അവൻ തന്നെയാണ്. അവനുള്ളത് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. സമയാവട്ടെ. ഇരുട്ടടി എന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് അവനുള്ള സമ്മാനം. എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത പരുവത്തിലാക്കും ഞാൻ അവനെ. അവൻ എന്നെ തല്ലിയത് ഞാൻ ക്ഷമിച്ചു. പക്ഷേ അവൻ എൻ്റെ കാറ് ഇത്രയും ഈ പരുവത്തിലാക്കിയത് ഞാൻ ക്ഷമിക്കില്ല. രണ്ടുപേരും കാറിൽ കഞ്ചാവ് കയറ്റിയ സ്ഥലത്ത് ഞാൻ പോയി അന്വേഷിച്ചിരുന്നു. പക്ഷേ ഒരു വിവരവും കിട്ടിയില്ല. ഒന്നുകൂടി അവിടെ ചെന്ന് നോക്കണം. അതിൻ്റെ പരിസരത്ത് CCTV ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ രേവതിക്ക് ബേജാറായി. രേവതി പറയാൻ, അതൊന്നും വേണ്ട. അതൊന്നും ഇല്ല. ഇല്ലേ? അത് നിനക്കെങ്ങനെ അറിയാം? ഇല്ല, സാധ്യതയില്ല. സാധ്യതയില്ലേ? അപ്പം നിനക്ക് ആ സ്ഥലം അറിയോ? ഞാൻ പ്രശ്നം ഉണ്ടാക്കുമെന്ന് കരുതി നീ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക അല്ലേ? എന്തിന് വെറുതെ? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിൻ്റെ പുറകെ പോകണ്ട. എൻ്റെ മനസ്സമാധാനം കളയല്ലേ. ശരി, നിൻ്റെ മനസ്സമാധാനം ഞാൻ ഇനി കളയുന്നില്ല. ഞാനത് വിട്ടു. സത്യം? സത്യം, ഞാനത് വിട്ടു. നിൻ്റെ മനസ്സമാധാനം ഞാൻ കളയുന്നില്ല. നീ സമാധാനമായിട്ട് കിടന്നോ. അവൻ മനസ്സിൽ പറയാണ്, നീ സമാധാനമായിട്ടിരുന്നോ. ഞാൻ അവരെ കണ്ടെത്തുക തന്നെ ചെയ്യും. ശിക്ഷ അവർക്ക് കൊടുക്കുകയും ചെയ്യും. നീയെന്നല്ല, ആരും അറിയില്ല. എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ശരി, എന്നാ പോട്ടെ എന്നും പറഞ്ഞ് അവൻ പോയി പുറത്ത്. വാടകയ്ക്ക് ഓടിക്കുന്ന കാറ് കൊള്ളാമല്ലോ. അച്ഛൻ സച്ചിയോട് പറയാണ്. ഇതെന്നല്ല, വേറെ ഒരു കാറും അത്രയും വരില്ല. ഞാൻ സ്റ്റിയറിങ്ങിലൊന്ന് തൊട്ടാൽ മതി, അത് പോകേണ്ട വഴി അത് പോയിക്കോളും. എന്ത് ചെയ്യാനാ? അല്ല, അപ്പം നമ്മളെ കാർ എപ്പോൾ കിട്ടുക? വൈകും അച്ഛാ. എപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല, അതിന് പണിയുണ്ടല്ലോ. എൻ്റെ കാർ ഓടിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഈ കാർ ഓടിക്കുമ്പോൾ കിട്ടുന്നില്ല അച്ഛാ. പിന്നെ എൻ്റെ ജോലിയാണല്ലോ എന്ന് കരുതിയിട്ട് മാത്രം ഓടിക്കുന്നതാ. അപ്പോൾ അമ്മ അവിടെ വന്നിരുന്നു. അമ്മ ചോദിക്കുകയാണ്, എല്ലാ കാറും 4 കാറിൽ തന്നെയാണല്ലോ, കല്ലിൽ തന്നെയാണല്ലോ ഓടുന്നത്. പിന്നെ നിൻ്റെ കാറിന് മാത്രം എന്താ ഇത്ര പ്രത്യേകത? അതിനെന്താ 10 ടയറുണ്ടോ? 10 ടയറുള്ളത് കാറിനല്ല, കണ്ടെയ്നർ ലോറിക്കാ. എന്തായാലും ഡ്രൈവർ തന്നെയാണ്. അപ്പോൾ അച്ഛൻ പിന്നല്ലാതെ. അപ്പോൾ സച്ചി, ഡ്രൈവറെ ഡോക്ടർ എന്ന് വിളിക്കാൻ പറ്റുമോ? അച്ഛാ, ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. അതിനിടയിൽ എന്നെ കുത്താൻ നോക്കല്ലേ എന്ന് പറയൂ. എൻ്റെ കാർ കയ്യിൽ കിട്ടുന്നതുവരെ എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ അച്ഛൻ പറയാണ്, അത് പ്രശ്നമാക്കല്ലടാ, നീ വിഷമിക്കല്ല, ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എടുക്കാം. അല്ല, നിങ്ങളിവിടെ പോകുന്നു? സിറ്റിയിലൊക്കെ പോവുകയാണ്, കല്യാണം ക്ഷണിക്കണ്ടേ? എന്നാൽ ഞാൻ കൊണ്ടുവിടാം. എന്നാ വാ ചന്ദ്രേ, നമുക്ക് പോകാം. അയ്യോ, ഇതിനകത്ത് കഞ്ചാവുണ്ടോയെന്ന് ആർക്കറിയാം? എനിക്ക് വയ്യ ജയിലൊന്ന് പോയി കിടക്കാൻ. അപ്പോൾ സച്ചി പറയണം, വേണ്ട, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. ഒരു ദേഷ്യക്കാരൻ. ഇന്ന് അവന് ഓട്ടോ ഒന്നും കാണില്ല. നമ്മളെ കയറ്റിക്കൊണ്ട് പോയി കാശ് വാങ്ങിക്കാനാണ് അവൻ്റെ പരിപാടി. അച്ഛാ, ഇത് നിങ്ങളെ മൂത്ത മോൻ സുധിയല്ല, ഞാൻ സച്ചിയാണ്. എനിക്ക് കാശിനോട് ആർത്തിയുമില്ല. അതായത് കാശെന്ന് കേട്ടാൽ അവൻ ഇങ്ങനെ വായു വിളക്കും. ഞാൻ അങ്ങനെയല്ല. അപ്പോഴാണ് അവിടെ നമ്മുടെ രേവതി വന്നത്. അച്ഛാ, ഞാൻ എപ്പോഴെങ്കിലും അച്ഛനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? നിറയെ കടമുണ്ട്. പിന്നെ എൻ്റെ കാറിൻ്റെ ഡ്യൂ അടക്കണം. പിന്നെ കാറ് റിപ്പയർ ചെയ്ത് കിട്ടേണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിനും കാശ് ഇനിയും കൊടുക്കണം. 2 ഓട്ടം പോയാൽ അത്രയേ ആയില്ലേ. നിങ്ങൾ പിന്നെ വേറെ വണ്ടി പിടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വരുന്നില്ലെങ്കിൽ വേണ്ട. അപ്പം അമ്മ, പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? പോയിക്കൂടെ? നിൽക്കണോ പോകണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അമ്മ ആരാ ചോദിക്കുക? അപ്പോഴാണ് സച്ചിക്കൊരു ഫോൺ കോൾ വന്നത്. അപ്പോൾ സച്ചി ഫോൺ അറ്റൻഡ് ചെയ്ത് ചോദിക്കുകയാണ്, ഹലോ, ആരാ? ഞാൻ വരാം, ഒരു 5 മിനിറ്റ് ഞാൻ എത്തിക്കോളാം. അച്ഛാ, ഞാൻ പോകുന്നാന്നേ, ഇറങ്ങുന്നാന്നേ. പോയിട്ട് വാടാ. കണ്ടല്ലോ, നമ്മളെ കൊണ്ടുവിടാമെന്ന് അവൻ പറഞ്ഞതാ. ഓട്ടം കിട്ടിയപ്പോൾ സ്ഥലം വിട്ടു. അതെ, ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അവൻ ഈ ഓട്ടം വേണ്ടാന്ന് വെച്ച് നമ്മളെ കൊണ്ടാക്കിയനെ. അവൻ പറഞ്ഞില്ലേ അവൻ്റെ കഷ്ടപ്പാടുകളൊക്കെ. അതുകൊണ്ട് അവൻ രാവും പകലും ഇങ്ങനെ ഓട്ടം കിട്ടിയാൽ ഓടുന്നത്. അപ്പോഴാണ് അമ്മ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് രേവതിയെ കാണുന്നത് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അച്ഛനോട് പറയാണ്, അവൻ്റെ കഷ്ടപ്പാടിന് കാരണം നിങ്ങളൊരാളാ. ഞാനോ? അതെ, ഒരുത്തിയെ പിടിച്ച് നിങ്ങൾ അവൻ്റെ തലയിൽ കെട്ടിവെച്ചില്ലേ. മഹാറാണി വന്നതോടെ അവൻ്റെ ജീവിതം ഇങ്ങനെയായി. സമയം ശരിയല്ലെങ്കിൽ ദാരിദ്ര്യം വണ്ടി പിടിച്ചു വരും. അങ്ങനെ ഒരു ദാരിദ്ര്യം പിടിച്ചവളെയാ അവനെ കൊണ്ട് കെട്ടിച്ചിട്ട് ഈ വീടിനകത്ത് പ്രതീക്ഷിച്ചിട്ടുള്ളത്. മതി, നിർത്ത്. ഇനി ഒന്നും പറയണ്ട. വന്ന് എല്ലാം നിനക്ക് പറയാമെന്നായോ? ഞാൻ പറയുന്നതാണോ കുഴപ്പം? കല്യാണം കഴിച്ചതോടെയാണ് നിങ്ങളെ മകന് കഷ്ടകാലം തുടങ്ങിയത്. ഇവളുടെ ജാതകദോഷം തന്നെയാണ് കാരണം. കാറ് പോലീസ് പിടിച്ചു. അതിറക്കാനുള്ള കാശും കൊടുത്തു. അതിന് റിപ്പയർ ചെയ്യാനുള്ള കാശ് വേറെയും കൊടുത്തു. ഇവളുടെ രാശി എന്താണെന്നറിയാൻ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ചന്ദ്രേ, അതും ഇതും തമ്മിൽ എന്താ ബന്ധമുള്ളത്? നിന്റെ വായു നല്ലതൊന്നും വരില്ലേ? ഞാൻ പറയുന്നതാ സത്യം. ഇവളിവിടെ വാഴുന്നിടത്തോളം കാലം നിങ്ങളുടെ മോൻ്റെയും ഈ വീട്ടിൻ്റെയും കഷ്ടകാലം തീരില്ല. അവളെ നോക്കിയിട്ട് അമ്മ പറയാണ്, വിധി, അല്ലാതെ എന്ത് പറയാനാ?
മിഴിച്ച് നിൽക്കാതെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വാ, ഒരു ഓട്ടോ പിടിച്ച് പോകാം. അങ്ങനെയാണ് കഴിയുന്നത്. ബൈ ബൈ.